സ്വാമിയേ ശരണമയ്യപ്പു, ഹരിഹരസുതേ ശരണമയ്യപ്പു, പൊന്നമ്പല വാസനേ ശരണമയ്യപ്പു, പൊന്നു 18-ാം പടിയേ ശരണമയ്യപ്പു, മാളിയപ്പുറത്തമ്മ ലോകദേവി മാതാവേ ശരണമയ്യപ്പു, സ്വാമിയേ ശരണമയ്യപ്പു, സ്വാമിയേ ശരണമയ്യപ്പു. കള്ളൻ തന്ത്രിയെ പിടിച്ചു. കള്ളൻ തന്ത്രി കണ്ഠരർ രാജീവരർ. കണ്ഠരർ മോഹനരെ നേരത്തെ വെളിയിൽ ഇറക്കിയായിരുന്നു ശബരിമലയിൽ നിന്ന്. അവിടെ ശബരിമല വെച്ച് ഹണിബി അടിക്കുകയും മറ്റേതാണ്ടൊക്കെ തോന്നിവാസം കാണിക്കുകയും ഒക്കെ ചെയ്ത് അവനെ ഇറക്കി. ഇപ്പം ഇവനും ഇറങ്ങി തിരുമേനി. ഇങ്ങനെ കുറേ തിരുമേനിമാരുണ്ട്. ഞാൻ കാണുന്ന ഒരൊറ്റ തിരുമേനിയേ ഉള്ളൂ, അത് സാക്ഷാൽ ഭഗവാനാണ്. ഇവനെയെല്ലാം പൂണൂൽധാരികളെയെല്ലാം തിരുമേനി തിരുമേനി എന്ന് പറഞ്ഞ് നടക്കുന്ന ഏഭ്യന്മാരായ നമ്മളെപ്പോലുള്ളവരെ തൊഴിക്കണം. ഇവനൊക്കെ എങ്ങനെ തിരുമേനിയാവുന്നേ? ഇവനൊക്കെ എങ്ങനെ തമ്പ്രാക്കന്മാരാവുന്നത്? ഇവനൊക്കെ എന്താ ഔന്നത്യമുള്ളത്? ശബരിമലയിലെ തിന്ന് അവിടുത്തെ ആഹാരം കഴിച്ച് അവിടുത്തെ പ്രഭാവത്തിൽ വലിയ ആളായി ഞെളിഞ്ഞ് കീർത്തി കിട്ടി, കാശ് കിട്ടി, ഇതെല്ലാം അനുഭവിച്ച അയാൾ തന്നെ അമ്പലത്തിലെ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചു. ഉണ്ണിക്കിട്ടം പോറ്റിയൊക്കെ വെറും ബിനാമി മാത്രമാണ്, വെറും മധ്യവർത്തി മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള കള്ളന്മാർ ഈ തന്ത്രിയും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മന്ത്രിയും സ്പെഷ്യൽ കമ്മീഷണറും ഉൾപ്പെടുന്ന ഒരു ഗ്യാങ്ങാണ്. ഞാനാണിതാദ്യം വെളിയിൽ പറയുന്നത്. തന്ത്രിയെ പറ്റിയൊക്കെ പറയാൻ എല്ലാവർക്കും ഭയമാണ്. സ്പെഷ്യൽ കമ്മീഷണറെ പറ്റി പറയാനും ഭയമാണ്. കോടതിയാണ്. സ്പെഷ്യൽ കമ്മീഷണർ കോടതി അല്ല. ശബരിമല വരുമ്പം കോടതി അല്ല, സ്പെഷ്യൽ കമ്മീഷണർ മാത്രമാണ്. ന്യായാധിപൻ എന്നുള്ള തസ്തികയിലല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അത് സാധാരണ ജനങ്ങൾക്ക് അറിയത്തില്ല. അയാളുടെ പേര് പറഞ്ഞാൽ കോടതി അലക്ഷ്യമാവും എന്നൊക്കെയുള്ളൊരു സംശയമുണ്ട്. അയാളുടെ പേര് പറയാം, അയാൾ മറ്റൊരു പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തന്ത്രി കുടുംബമാണ് ഇതെല്ലാം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളിലായിട്ട്. അയ്യപ്പൻ്റെ പണം വിഴുങ്ങി തിന്നു വീർത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി ബെൻസ് കാറിലും BMW ഒക്കെ വിലസി നടന്ന ഈ തെണ്ടികൾ അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിച്ചു. സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ കീറി തിന്നു. ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു. തിരുമേനി. ഇവന്മാരെ ഒന്നും തിരുമേനി എന്ന് വിളിക്കരുത്. തിരുമേനി അല്ല, തിരുട്ടുമേനിയാണ്. ഈ തിരുട്ട് ഗ്രാമമുണ്ട് തമിഴ്നാട്ടിൽ എന്ന് പറയുന്നത്. തിരുമേനി എന്നുള്ളത് ഇനി തിരുട്ടുമേനി എന്ന് വിളിക്കണം. തിരുട്ട് എന്നത് ഒരു തമിഴ് വാക്കാണ്. കവർച്ച, മോഷണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് ഈ തിരുട്ടുമേനിമാരെ ഒരു കാരണവശാലും ബഹുമാനിക്കരുത്, അവരെ ആദരിക്കരുത്. അയ്യപ്പൻ്റെ തന്ത്രി ആയതുകൊണ്ട് അയാളെ മഹത്വവൽക്കരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ അയ്യപ്പനെ മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ കഥ ഞാൻ പറയാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു ഉണ്ണിക്കിട്ടം പോറ്റി രാവിലെ വന്ന് കൊച്ചുവെളുപ്പാങ്കാലത്ത് വന്ന് സ്വർണ്ണപ്പാടി ഇളക്കി കക്ഷത്തി വെച്ചുകൊണ്ട് പോയി വിറ്റു എന്ന്? അങ്ങനെ സംഭവിക്കും ശബരിമലയിൽ? സർവ്വസന്നാഹവും സർവ്വസുരക്ഷയും ഉള്ള ശബരിമല ക്ഷേത്രത്തിൽ ഒരു ഉണ്ണിക്കിട്ടം പോറ്റി വന്ന് സ്വർണ്ണപ്പാളി ഇളക്കി കക്ഷത്തി വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ആരൊക്കെ അറിയണം? തന്ത്രി അറിയണം, മേൽശാന്തി അറിയണം, സ്പെഷ്യൽ കമ്മീഷണർ അറിയണം, മന്ത്രി അറിയണം. ഉണ്ണിക്കിട്ടം പോറ്റി ഒരു മധ്യവർത്തിയാണ്. കഥ ഞാൻ പറയാം. ഈ തന്ത്രിക്ക് സംസ്കൃതമൊക്കെ അറിയാം, ഇംഗ്ലീഷും ഹിന്ദിയും ഒന്നും അറിയത്തില്ല. അയാൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അറിയത്തില്ല, മന്ത്രിക്ക് ഒട്ടുമേ അറിയത്തില്ല. കച്ചവടം ഉറപ്പിക്കുന്നു. കച്ചവടത്തിൻ്റെ മധ്യവർത്തിയായി ബഹുഭാഷാ പാണ്ഡിത്യമുള്ള ഉണ്ണിക്കിട്ടം പോറ്റി വന്ന് മറ്റ് അന്യ സംസ്ഥാനങ്ങളിലെ ഭക്തരെ ക്യാൻവാസ് ചെയ്യുന്നു. 1 ഗ്രാം സ്വർണത്തിന് 1 കോടി രൂപയോ അതിലുപരിയോ പണം കൈപ്പറ്റി ഇത് വിൽക്കാമെന്ന് ഏൽക്കുന്നു. അങ്ങനെ ഇവരെല്ലാം കൂടെ കൂടിയാലോചിച്ച് അവിടുന്ന് ഇളക്കുന്നത് ഒരു ആശാരിയോ മൂശാരിയോ ഒക്കെ ഉണ്ടെങ്കിലേ ഇത് ഇളക്കാൻ പറ്റൂ. സ്വർണ്ണപ്പാളിയാണ്, വലിച്ചിളക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ട് പോകുന്നു. ഇളക്കണമെങ്കിൽ സ്ക്രൂ ഒക്കെ അഴിച്ച് പതുക്കെ ഇളക്കാൻ പറ്റൂ. ചുമ്മാ മാന്തിക്കൊണ്ടെടുത്ത് പോക്കറ്റ് വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇളക്കിക്കൊണ്ട് പോകുന്നത് എങ്ങനെ? ഇത്രയും സ്വർണം ഇളക്കിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പോലീസിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞിരിക്കണം. നിസാര സ്വർണ്ണമല്ല. അവരുടെ സെക്യൂരിറ്റിയോടുകൂടി ആയിരിക്കും കൊണ്ടുപോയത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നമ്മളൊരു 2 ലക്ഷം രൂപ കൊണ്ടുപോകുകയാണെങ്കിൽ, അല്ല 5 ലക്ഷം രൂപ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ കൂടെ 1-2 ആൾക്കാരെ കൂടെ നമ്മൾ കൂട്ടത്തില്ല. കൂട്ടും. കാരണം എപ്പോൾ ആൾക്കാർ അടിച്ചുകൊണ്ട് പോകുമെന്ന് അറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയാണ് അയ്യപ്പൻ്റെ സ്വർണം. അതായത് വളരെ മൂല്യമുള്ള ആ സ്വർണം കൊണ്ടുപോകണമെങ്കിൽ പോലീസിൻ്റെ എസ്കോർട്ട് കാണും.
പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാകും. അതിനെ പോലീസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ണിക്കിണ്ണം പോറ്റി ഇടനിലക്കാനായി ഇടപാട് നടത്തുന്നു, പലർക്കായി വിൽക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. ഇതാണ് സംഭവം. അതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ശബരിമലയിൽ വന്നെത്തി? ആർക്കെങ്കിലും അറിയാം? ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിലെ ജീവനക്കാരനല്ല, തന്ത്രി കുടുംബത്തിൽപ്പെട്ട ആളല്ല, മേൽശാന്തിയുടെ ആളല്ല. എങ്ങനെ വന്നു? തന്ത്രി മുഖേന വന്നു, അവിടുത്തെ പുരോഹിതന്മാർ മുഖേന വന്നു, അവിടുത്തെ പൂജാരിമാർ മുഖേന വന്നു. എന്തിനു വന്നു? ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. എവിടോ കിടന്നൊരു പൂണൂൽധാരി അവിടെ വന്ന് വലിയ ആളായതെങ്ങനെയാണ്? അപ്പോൾ അവിടെ ചില മധ്യവർത്തി ഇടപാടുകളുണ്ട്. ആ ഇടപാടിലുള്ള ഒന്നാണ് ഈ മോഷണം. ഒന്ന് മാത്രമാണ് ഈ മോഷണം. ഈ തന്ത്രിയെയൊക്കെ പലരിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് പൂജകളും മറ്റു കാര്യങ്ങളും ദക്ഷിണയും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി മധ്യവർത്തിയായി നിൽക്കുന്ന ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിൻ്റേതായ ചില കമ്മീഷനുകളും ഉണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അവതാര ലക്ഷ്യം അതാണ്. അങ്ങനെ ചില ബിനാമി ഏർപ്പാടുകൾ, പണമിടപാടുകൾ, ദക്ഷിണ ഇടപാടുകൾ, വെളിയിലുള്ള പൂജ ഇടപാടുകൾ, ഇതിൻ്റെ എല്ലാം മധ്യവർത്തി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പലയിടത്തും പോയി പൂജ പിടിക്കും, അവിടെ പോയി പൂജ ചെയ്യും, ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കും, അതിലൊരു ശതമാനം ഉണ്ണികൃഷ്ണൻ പോറ്റി കിട്ടും. കോടികളുടെ ബിസിനസ്സാണ്. ഈ തന്ത്രി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകും, അവിടെ പോയി പൂജ ചെയ്താൽ നിങ്ങൾ വിചാരിക്കുന്ന 10,000 രൂപയാണ് ദക്ഷിണ. ലക്ഷങ്ങൾ. അത് അങ്ങനെ ഉള്ളവരെ പരിചയപ്പെടുത്തുക, അങ്ങനെയുള്ള ഇടപാടിനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത്. തന്ത്രിക്കൊന്നും നേരിട്ട് പോയി ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി പറയും, തന്ത്രിയെ കൊണ്ടുവന്ന് പൂജിച്ചാൽ ഉഗ്രനാണ്, തന്ത്രി അദ്ദേഹം വരും, ഞാൻ പറഞ്ഞാൽ വരും, ഇത്ര രൂപ. ആ ഇടപാടിന് വേണ്ടി ശബരിമലയിൽ കെട്ടിക്കയറ്റിയ ഒരു കള്ളനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ ഇവന്മാരെല്ലാം കള്ളന്മാരാണ്. ഇതിലിപ്പം പിടിക്കപ്പെട്ടത്, ഏറ്റവും അവസാനമായി പിടിക്കപ്പെട്ടത് കണ്ഠരര്, രാജീവരര്. ശബരിമലയിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്, ആദ്യം വേണ്ടത് ഈ തന്ത്രിസ്ഥാനം ഇല്ലാതാകുക. ഒരു കുടുംബത്തിലുള്ള താന്ത്രിക അവകാശം ഇല്ലാതാകുക. താഴമൺ കുടുംബത്തിലെ താന്ത്രിക അവകാശം ഇല്ലാതാകണം. ബ്രാഹ്മണർക്ക് തന്നെ കൊടുക്കാത്തുള്ള രീതിയിൽ വേണം. തന്ത്രവും മന്ത്രവും ഒക്കെ പഠിച്ചവരെ പൂജാരിമാരാക്കണം. പൂണൂലുട്ടവന്മാർ മാത്രം പൂജിച്ചാലേ അയ്യപ്പന് സന്തോഷം വരുമെന്ന് എവിടെ പറയുന്നുണ്ട്? പൂണൂലുകാരാണോ ഈ ദൈവത്തെ കണ്ടുപിടിച്ചത്? അല്ല. അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണോ ഈ പൂജ ആദി കർമ്മങ്ങൾ? അല്ല. ഈ ജപിക്കുന്ന ഭക്തന് ഒരവകാശമില്ലേ? ജപിക്കുന്ന ഭക്തന്മാർക്ക് ഒരവകാശവുമില്ലേ? നമുക്ക് തൊടാൻ പറ്റത്തില്ല, നമുക്ക് തീണ്ടലാണ്, ജാതി ഐത്തമാണ്. പൂണൂലുട്ടവനെ എവിടെ വേണേൽ കയറിപ്പാം അമ്പലത്തിൽ. നമുക്ക് പ്രസാദം തരുന്ന ഇമാരെ എറിഞ്ഞാണ് തരുന്നത്, കൈ തൊടത്തില്ല. എന്നുവെച്ചാൽ ഭഗവാന്റെ കൈ തൊട്ടാൽ അശുദ്ധമാകും, എറിഞ്ഞു തരും. പൈസ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കും, പ്രസാദം വാങ്ങിക്കുക ഇങ്ങനെ ഇടും. ഈ തെണ്ടികളെയൊക്കെ തിരുമേനി എന്ന് പറഞ്ഞ് പുറകെ കൂടുന്ന നാറികളെ തൊഴിക്കണം. ഈ തന്ത്രി കുടുംബത്തിൽ ഒരു വർഷത്തെ വരുമാനം എത്ര കോടി രൂപയാണെന്നറിയാം? അന്യസംസ്ഥാന ഭക്തന്മാരും വലിയ കോടീശ്വരന്മാരും ഒക്കെ വന്ന് ലക്ഷങ്ങളാണ് ഇവൻ്റെ കാൽക്കിട്ടിട്ട് സാഷ്ടാംഗ പ്രണാമം നടത്തുന്നത്. തൊഴുവ അയ്യപ്പൻ്റെ പ്രതിനിധിയാ, അയ്യപ്പൻ്റെ ജീവിച്ചിരിക്കുന്ന സ്വരൂപമായി കണ്ട ഈ തെണ്ടിയാണ് മോഷ്ടിക്കാൻ നിന്നത്. ഇവനിനി ശബരിമല കയറാൻ പറ്റുമോ? ഇവനിനി ശ്രീകോവിൽ കാണാൻ പറ്റുമോ? ഭക്തരെറിയും. അവന് ശ്രീകോവിൽ എന്നല്ല ഇനി ഒരു ക്ഷേത്രത്തിൽ അവന് കയറാൻ പറ്റത്തില്ല. ഭക്തരെറിയും. ഞാനെറിയും ഈ തെണ്ടിയെ, എറിയണവനെയൊക്കെ. പത്മകുമാർ, ഈ ഉണ്ണിക്കിണ്ണം പോറ്റി, പിന്നെ ഈ തന്ത്രി കണ്ഠരര്, രാജീവരര്, ഇവനെയൊക്കെ എറിയണം ജനം. ജാതിപരമായ ഔന്നത്യം ആദ്യം ഈ ക്ഷേത്രങ്ങളിൽ ഇല്ലാതാകണം. ഹിന്ദു ഒന്നാവണം. ഇവിടുത്തെ നായർ പൂജിച്ചാൽ പറ്റത്തില്ലേ? ഈഴവർ പൂജിച്ചാൽ പറ്റത്തില്ലേ? പറയവനും കുറവനും ആശാരിയും ഒക്കെ പൂജിച്ചാൽ പറ്റത്തില്ലേ? ദൈവം പ്രസാദിക്കില്ലേ? ഇവന്മാരെക്കാളൊക്കെ ഡീസൻ്റ് ആയിരിക്കും ബാക്കിയുള്ളവർ പൂജിച്ചാൽ. അവർക്ക് ഭക്തിയുണ്ട്. ഇവന്മാർക്ക് ഭക്തിയില്ല. ഇവന്മാർക്ക് ഭക്തി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കാശുണ്ടാക്കി, അവിടെ നിന്ന് മഹിമയുണ്ടാക്കി, അവിടെ നിന്ന് കീർത്തി ഉണ്ടാക്കി, എന്നിട്ട് അവിടുത്തെ മുതൽ തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയി. എന്തൊരു നീതിയാണ് ഇവന്മാർക്കുള്ളത്!
ഒരു നീതിയുമില്ലാത്ത വർഗമാണ്. അതിനാൽ ഇനിയും ഉള്ളത് അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, പിന്നെ അന്നത്തെ സ്പെഷ്യൽ കമ്മീഷണറായിരുന്ന എം മനോജ്, പിന്നെ മറ്റൊരാളും കൂടിയുണ്ട്. അയാളും വളരെ സ്വാധീനമുള്ള ആളാണ്. KP ശങ്കർദാസ്, അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ, ഹരിശങ്കർ IPSൻ്റെ അച്ഛൻ. KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുമോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും IPS ലോബിയുടെ സ്വാധീനം വളരെയേറെയാണ് പോലീസിൽ. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്കത് പല ഇതിലും നേരിട്ടറിയാവുന്നതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സ്പെഷ്യൽ കമ്മീഷണർ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. സ്പെഷ്യൽ കമ്മീഷണർക്ക് ഇതെല്ലാം അറിയാം. സ്പെഷ്യൽ കമ്മീഷണർക്ക് ഒരു രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയും രാഷ്ട്രീയ ഫേവറിൻ്റെയും ആവശ്യമില്ല. ഹൈക്കോടതി നിയമിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണറാണ്. അതിന് ആ സ്പെഷ്യൽ കമ്മീഷണർക്ക് വേളി ഇരുന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെയാണ് തന്ത്രിയെ ഈ ഭരണകൂടത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ പാരമ്പര്യമായ അവകാശമാണ് തന്ത്രിസ്ഥാനം. മേൽശാന്തിയെ പിന്നെ വേണമെങ്കിൽ ചെയ്യാം. ആരുടെ അനുവാദമില്ലാതെ അവിടെ പൂജ നടത്താനുള്ള അവകാശം ആ കുടുംബത്തിന് സിദ്ധിച്ച് കിട്ടിയതാണ് നൂറ്റാണ്ടുകളായി. ഭരിക്കുന്ന വർഗത്തിനെ വണം കണ്ടുന്ന കാര്യം തന്ത്രിക്കില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ്. തന്ത്രിയെ ന്യായീകരിക്കുന്ന കുറേ കൂശ്മാണ്ഡങ്ങളുണ്ട്. അവർ പറയുന്നത് തന്ത്രി ശുദ്ധനാണ്, മേളിയുള്ളവർ പറഞ്ഞോനെ അങ്ങ് ചെയ്തു പോയി. മേളിയുള്ളവർ പറയും തന്ത്രിയുടെ മുകളിൽ ആരാ ഉള്ളത്? തന്ത്രിയുടെ മുകളിൽ അയ്യപ്പൻ മാത്രമേ ഉള്ളൂ. കാരണം തന്ത്രിയെ നിയമിക്കുന്നതല്ല, ഒരു നറുക്കെടുപ്പിൽ നിയമിക്കുന്നതല്ല. ദേവസ്വം ബോർഡിൻ്റെ ആരുടെയും ഫേവർ തന്ത്രിക്ക് വേണ്ട. തന്ത്രി അവിടെ താന്ത്രിക കാര്യങ്ങൾ ഒക്കെ ചെയ്യേണ്ടുന്ന ആളാണ്. അപ്പോൾ മേളിയിരുന്ന് പറഞ്ഞു, മേളിയിരിക്കുന്ന അയ്യപ്പൻ പറഞ്ഞോ പൂട്ടിക്കാൻ? തന്ത്രിയെ കുടിക്കിയതാണെന്ന് പറഞ്ഞ് ചിലർ ഇറങ്ങിയിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, തൂറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും. തന്ത്രിയെ വെറുതെ കൊടുക്കാൻ പറ്റുമോ? ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന തന്ത്രിയെ ഊഹാപോഹത്തിൻ്റെ പേരിൽ കുടുക്കിയാൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ നേരിടേണ്ടി വരുന്ന കഷ്ടങ്ങൾ വളരെയേറെയാണ്. തന്നെയുമല്ല, ഈ SIT എന്നത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലുള്ള ഒരു അന്വേഷണ സംഘമാണ്. അപ്പോഴുള്ള കാര്യം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി ആണ് ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വെറുതെ തന്ത്രിയെ കൊടുക്കാൻ പറ്റില്ല. വളരെ ആലോചിച്ച് വളരെ അന്വേഷിച്ച് മാത്രമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. ഇതുവരെ അറസ്റ്റിലായവരുടെ മൊഴി, അതിൽ നിന്ന് കിട്ടിയ തെളിവുകൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. യാതൊരു സംശയവും വേണ്ട. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞത് ഓർമ്മയില്ലേ? ദൈവതുല്യനായ ഒരാൾ ഇതൊക്കെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ആ ദൈവതുല്യൻ ഇനി തന്ത്രിയാണോ മന്ത്രിയാണോ എന്നറിയില്ല. അപ്പോൾ ഇനി മുതൽ ഹിന്ദു ഇവന്മാരെ ഒന്ന് തിരുമേനി എന്ന് വിളിക്കരുത്, തിരുട്ടുമേനി എന്ന് വിളിക്കണം. തിരുട്ടുമേനി കള്ളക്കൂട്ടങ്ങളാണ്, കള്ളക്കൂട്ടങ്ങൾ. ഭഗവാന്റെ മുതൽ കാലാകാലങ്ങളായി മോഷ്ടിച്ച് ജീവിക്കുന്ന പരാന്നഭോജികൾ, പാരസൈറ്റുകൾ, പരാതങ്ങൾ. ഞാൻ ഒരു തിരുമേനിയെയും പൂണൂലിട്ടോനെയോ ഒരുത്തനെയും ഞാൻ തിരുമേനി എന്ന് വിളിക്കത്തില്ല. താങ്കൾ, അങ്ങ് എന്നൊക്കെ വിളിക്കാം. അത് എന്നെയും വിളിക്കാം, നിങ്ങളെയും വിളിക്കാം, ആരെയും വിളിക്കാം. ജാതിപരമായ പൗരോഹിത്യം ഹിന്ദുവിൽ എന്നില്ലാതാവുന്നോ അന്ന് ഹിന്ദു നന്നാവും. ജാതിപരമായ പൗരോഹിത്യത്തിൻ്റെ ആവശ്യമില്ല. ക്രിസ്ത്യൻ സമൂഹത്തിലല്ലോ ജാതിപരമായ കുടുംബപരമായ പൗരോഹിത്യം, പാരമ്പര്യമായിട്ട് കൊടുക്കുന്ന പൗരോഹിത്യം. ഏത് കുടുംബത്തിൽ നിന്നും പുരോഹിതനാകാം. അങ്ങനെയുള്ളത് വരണം. തന്ത്രവും മന്ത്രവും ഒക്കെ പഠിച്ചാൽ തന്ത്രിയും പൂജാരിയും ഒക്കെ ആകാനുള്ള അവസരങ്ങൾ എല്ലാ ജാതിക്കാർക്കും കൊടുക്കണം. ഇവിടുത്തെ നായർ പൂജിച്ചാൽ പറ്റത്തില്ലയോ? ഈഴവൻ പൂജിച്ചാൽ പറ്റത്തില്ലയോ? ദൈവം വിളിയാക്കത്തില്ലയോ? കുറവനും പറയനും ആശാരിയും ചമ്മാനും ചെരുപ്പൂത്തിയും ഒക്കെ പൂജിച്ചാൽ പറ്റും. ഇവർക്ക് ആർക്കും അയിത്തമില്ല. ഹിന്ദു ഒന്നായി കാണണം. എൻ്റെ അഭിപ്രായം അതാണ്. അതിനാൽ ഹിന്ദുക്കൾക്ക് ഇതിനെപ്പറ്റി ഒരു അവബോധം വേണം. ആ അവബോധമില്ലായ്മയാണ് നമ്മളെ ചൂഷണം ചെയ്യാൻ കാരണവും. നമ്മൾ ഇവന്മാരെ ഒന്നും വണങ്ങരുത്. വണങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഇവന്മാരല്ല ദൈവങ്ങൾ. തിരുമേനി സാക്ഷാൽ അയ്യപ്പൻ തന്നെയാണ്. സ്വാമിയേ ശരണം അയ്യപ്പ. അയ്യപ്പനാണ് തിരുമേനി. പൂണൂലിട്ടവനല്ല തിരുമേനി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല തിരുമേനി. മന്ത്രി അല്ല തിരുമേനി. കമ്മീഷണർ അല്ല തിരുമേനി. ഇവന്മാരൊക്കെ അവിടെ വന്ന് ഞെളിഞ്ഞ് ഭക്ഷണവും കഴിച്ച് സുഖമായിട്ട് കാശും അടിച്ച് കൊണ്ടുപോകുന്ന കള്ളന്മാരാണ്.
ഒരു വർഷം ഈ താഴമൺ തന്ത്രി കുടുംബത്തിൽ കിട്ടുന്ന ദക്ഷിണ തന്നെ കോടികളാണ്, കോടികൾ. അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാർക്കറിയാം. കെട്ടുകണക്കിന് നോട്ടാണ് ഭക്തന്മാരെ കൊണ്ട് കാൽക്കലിട്ടിട്ട് സാഷ്ടാംഗ പ്രണാമം നടത്തി കരയുക. തന്ത്രി ദൈവമാണ്, ആ ദൈവമാണ് മൂട്ടിച്ചിരിക്കുന്നത്. അയ്യപ്പൻ്റെ മുതൽ മൂട്ടിച്ചിരിക്കും. പക്ഷേ അയ്യപ്പൻ അപാരം തന്നെ. അയ്യപ്പൻ അപാരം തന്നെ. തിരുവാഭരണ ഘോഷയാത്ര മറ്റന്നാൾ തുടങ്ങുക. സ്വാമിയെ ബാക്കിയുള്ളവന്മാരെ കൂടെ പിടിക്കണേ ഭഗവാനെ, അങ്ങയോട് മാത്രമേ പറയാനുള്ളൂ. SIT കുറച്ചൊക്കെ പിടിച്ചു, ഇനിയും പിടിക്കാനുള്ള കുറേ കള്ളന്മാരും കൂടെ ഉണ്ട്. ഇവന്മാരെല്ലാം കൂടെ പിടിച്ച് പടി അടച്ച് പിണ്ടം വെച്ച് വിടണം. ഇവന്മാരെങ്കിലും ഒരൊറ്റ ക്ഷേത്രത്തിൽ കയറരുത്. ഇതോടുകൂടി നമ്മുടെ ഹിന്ദു ജനത ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. പാരമ്പര്യ പൗരോഹിത്യം, പൂണൂൽ പൗരോഹിത്യം ഇവിടെ ഇല്ലാതാകണം. ഏത് ഹിന്ദുവിനും പുരോഹിതനാവാനുള്ള അവസരം ഉണ്ടാകണം. അപ്പോൾ നമ്മൾ പ്രബുദ്ധരാകുക, നമ്മൾക്ക് ബോധമുണ്ടാകുക, ജ്ഞാനമുണ്ടാകുക, നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. പിന്നെ എൻ്റെ ഒരു സജഷനുണ്ട്, നിർദ്ദേശം. ശബരിമലയിൽ മൊത്തം CC ക്യാമറ വെക്കണം. സൗണ്ട് റെക്കോർഡിംഗ് ഉള്ള CC ക്യാമറ. അത് ഫയലായി സൂക്ഷിക്കണം. അത് നിരീക്ഷിക്കാൻ ഹൈക്കോടതി ഒരു പ്രത്യേക സംഘത്തെ സ്ഥിരമായി അപ്പോയിൻ്റ് ചെയ്യണം. സ്പെഷ്യൽ കമ്മീഷണർമാരെ വിട്ടാൽ അവർക്കുള്ള കാഴ്ചകൾ വളരെ കുറവായിരിക്കും. എന്നാൽ CC ക്യാമറകൾക്ക് പ്രത്യേകിച്ച് കള്ളം പറയാൻ പറ്റില്ല. സന്നിധാനത്തിൽ ഈ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും ഒക്കെ മുറിയിൽ വരെ CC ക്യാമറ വെക്കണം. അവർക്ക് രഹസ്യമായി അവിടെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടായാൽ കള്ളത്തരങ്ങൾ കുറച്ചൊക്കെ കുറയും. ഇത് പൂർണ്ണമായി കുറയില്ല. ഏറ്റവും കൂടുതൽ മോഷണവും അഴിമതിയും വൃത്തികേടും നടക്കുന്നത് നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളിലാണ്. ശബരിമല വിഷയം അതിനെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ആദ്യ അനുഭവമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇതൊക്കെ തന്നെയാണ്. ക്ഷേത്രം ഭരിക്കുന്നവർ, ക്ഷേത്രത്തിലെ പൂജാരിമാർ, ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സംഘം, ഇവരെല്ലാം മോഷ്ടിക്കുന്നവരാണ്. സത്യസന്ധമായി നടക്കുന്ന ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. 10,000-1 പോലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മുതൽ വരുമോ കൈയിട്ട് വരും. അത് കുറവ് ഉണ്ടാവാൻ നമ്മൾ ഭക്തർ തന്നെ തീരുമാനിക്കുക. കൂടുതലൊന്നും വാരിക്കോരി കൊടുക്കാതിരിക്കുക. ഇന്ന് തന്ത്രിക്ക് തലകറക്കം ഉണ്ടായി. അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി. തലകറക്കം ഉണ്ടാകണം, കുറച്ചൊക്കെ തലകറക്കം ഉണ്ടാകുന്നത് നല്ലതാണ്. പട്ടുമത്തയിൽ കിടന്നവനാണ് സബ് ജയിൽ ചൗക്കാളത്തിൻ്റെ മുകളിൽ കിടക്കേണ്ടി വന്നത്. അപ്പോൾ തല കറങ്ങും. എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട് ബഹുമാനിക്കപ്പെട്ട് ഉന്നതത്തിലിരുന്ന ഒരാൾ കള്ളനായി ജയിലിൽ പോകുന്ന അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അന്വേഷണ ഏജൻസിയെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒട്ടും ഉചിതമല്ല. അവർ അന്വേഷിക്കട്ടെ, അതിൻ്റെ പാരമ്യതയിലെത്തട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. ഈ കള്ളന്മാരെല്ലാം പിടിയിലാവട്ടെ. സ്വാമി ശരണമയ്യപ്പൂ. മറ്റന്നാൾ തിരുവാഭരണ ക്ഷേത്രത്തിലൂടെ പോവുകയാണ്. അതിനു മുമ്പ് എല്ലാ കള്ളന്മാരെയും പിടിക്കണേ ഭഗവാനെ അയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ.